നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ധാരാളം പേര് ഇപ്പോൾ വളരെയധികം ടെൻഷൻ ആകുന്നതും വളരെയധികം അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വാച്ച് അവേഴ്സ് കൂട്ടുന്ന പുതിയ യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 4000 അവേഴ്സ് വാച്ച് അവർ തികയ്ക്കുക എന്നുള്ളത് ഒരു ബാലികേറാ മലയായിട്ട് തന്നെ തുടരുന്നു. ഒരുപാട് പേര് വളരെയധികം അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ലൈവുകളൊക്കെ ധാരാളം ചെയ്തും നല്ല നല്ല കണ്ടൻറ്റും ഒക്കെ അപ്ലോഡൊക്കെ ചെയ്തിട്ട് എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമുണ്ട്. കുറേ പേര് മെസ്സേജിൽ അറിയിച്ചിരുന്നു. അതായത് അടുത്തിടെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയ എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി വന്നിട്ട് ഒരു 10,000 രൂപ കൊടുത്ത് വാച്ച് അവേഴ്സ് വാങ്ങിക്കുകയായിരുന്നു. അപ്പോൾ ആ 10,000 രൂപ കൊടുത്തതിന് ശേഷം കൃത്യമായിട്ടും വാച്ച് അവേഴ്സ് 4000-ലോട്ട് കയറി, ചാനൽ മോണിറ്റൈസും ആയി. അപ്പോൾ ആ വ്യക്തിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ സാധിച്ചു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ് ആ വിവരം എന്നെ അറിയിച്ചത്. പക്ഷേ അടുത്ത ദിവസം തൊട്ട് തന്നെ തുടങ്ങിയ നിരാശ ആയിരുന്നു ഫലം. എന്താണെന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഇടുന്ന വീഡിയോസിനൊന്നും വ്യൂസ് വരുന്നില്ല. വളരെ കുറഞ്ഞ രീതിയിലുള്ള 20, 30, 50 ഒക്കെ വ്യൂസ് മാത്രമേ വരുന്നുള്ളൂ. കാരണം മോണിറ്റൈസ് ആയപ്പോഴേക്കും ചാനലിൽ അങ്ങനെ പരസ്യങ്ങളൊക്കെ വരുന്നു. എല്ലാം കൊണ്ടും സന്തോഷിച്ച് മതിമറന്ന ആൾക്ക് പിന്നീട് അങ്ങോട്ട് വ്യൂസ് തീരെ കിട്ടുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ വാച്ച് അവേഴ്സ് കൂടിയാലും നമ്മളുടെ ചാനലിലേക്ക് ഓർഗാനിക്കായിട്ടുള്ള വ്യൂസ് വന്നാലേ നമ്മൾക്ക് മോണിറ്റൈസ് ആയാലും അതിൽ നിന്നും നമ്മൾക്ക് ഡോളേഴ്സ് കയറുകയുള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ. ഇത് കാണാനായിട്ട് ആരും ഇല്ല. വ്യൂസൊക്കെ ഇങ്ങനെ കുറഞ്ഞു വന്നാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ഏർണിങ്സ് കിട്ടുന്നതിന്. ഇപ്പോൾ തന്നെ പലരുടെയും വ്യൂസ് വളരെ കുറവാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാച്ച് അവേഴ്സ് 365 ദിവസത്തിൽ കൃത്യമായിട്ടൊന്നും കയറണം എന്നല്ല. പലരും എന്താ തെറ്റിദ്ധരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ 365 ദിവസങ്ങളിൽ വാച്ച് അവേഴ്സ് കയറിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത് ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ഏതൊരു ദിവസത്തിൽ നിന്നും 365 ദിവസം നമ്മൾ പുറകോട്ട് നോക്കിയാൽ വാച്ച് അവർ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ മാത്രം മതി. പോയ ദിവസം 2-3 പേർ എന്നോട് സംശയം ചോദിച്ചിരുന്നു. ഒരു വർഷം തികഞ്ഞു ചേച്ചി, ഇനിയും 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഇനി ഞാൻ ചാനൽ കളഞ്ഞിട്ട് പോകണം, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നുമല്ല കാര്യങ്ങൾ. എപ്പോൾ നോക്കിയാലും ആ ദിവസത്തിൽ നിന്നും ബാക്കിലോട്ട് 365 ദിവസം എടുത്ത് നോക്കിയാൽ 4000 വാച്ച് അവർ തികഞ്ഞാൽ മതി. ചിലർക്ക് 2 വർഷത്തിൽ 3 വർഷത്തിലൊക്കെയാണ് ഈ 4000 വാച്ച് അവർ തികയുന്നത്. അപ്പോൾ ധൃതി പിടിച്ചിട്ട് നമ്മൾ മോണിറ്റൈസ് ആയതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. നമ്മൾക്ക് വ്യൂസ് കയറിയാൽ മാത്രമേ നമുക്ക് മോണിറ്റൈസ് ആയതിൻ്റെ പ്രയോജനം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഷോർട്സ് ചെയ്യുന്നവരും വേറെ പലയിടത്തു നിന്നുമൊക്കെ അതൊക്കെ പൊക്കിക്കൊണ്ട് ഇട്ടിട്ട് ഒരു പാട്ടും കൂടെ ഇട്ടാൽ എല്ലാവരും എന്താ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു പബ്ലിക് ഫിഗറിൻ്റെ ഒരു ഫോട്ടോയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല നല്ല ഗായകരുടെയോ സിംഗേഴ്സിൻ്റെയോ ഗായികമാരുടെയോ ഒക്കെ ഒരു പാട്ടിൻ്റെ ഒരു ചെറിയ ഭാഗവും ഒക്കെ ചെയ്ത് ആ വീഡിയോസ് വന്നിട്ട് നമ്മൾ ഷോർട്സ് ചെയ്താലും നല്ല വ്യൂസ് കിട്ടും, അത് പെട്ടെന്ന് വൈറലാവും എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ ചാനൽ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. യൂട്യൂബ് പ്രത്യേകം പറയുന്ന കാര്യമാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് എന്താണ് ആ വീഡിയോയ്ക്ക് ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ഒറിജിനൽ വോയിസ് കൊടുക്കുന്നുണ്ടോ ഇല്ല, ആ സീന് നമ്മളുടെയാണോ, നമ്മൾ മുഖം കാണിച്ചില്ലെങ്കിൽ പോലും നമ്മളുടെ കോൺട്രിബ്യൂഷൻ അതിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി കാണിക്കണം. അല്ലാതെ എവിടെന്നെങ്കിലും ഒരു പാട്ട് എവിടെന്നെങ്കിലും ഒരു സീനും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഫലവും കിട്ടില്ല. ആദ്യമൊക്കെ അത് മുമ്പോട്ട് പോകുമെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോഴേക്കും യൂട്യൂബ് ഇത് കണ്ടുപിടിക്കുമ്പോഴേക്കും അത് വന്ന് റീയൂസ്ഡ് കണ്ടന്റിലോട്ട് ആ ചാനൽ പോവുകയും ചെയ്യും. ഇത്രയും കഷ്ടപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുവന്നതൊക്കെ അത് വെറും വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് ധാരാളം പേര് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിത് പറയാനായിട്ട്. ആദ്യം വന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും വ്യൂസ് കുത്തനെയായിരിക്കും മുകളിലോട്ട് കയറുന്നത് ഷോർട്സിൽ നിന്നൊക്കെ. പക്ഷേ അതൊക്കെ കയറിയാലും ഒരു വർഷം ഒക്കെ കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ച ധാരാളം ആൾക്കാരെ എനിക്കറിയാം. അവരുടെ ചാനൽ തന്നെ പോയി കിട്ടുകയും ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഈ വാച്ച് അവേഴ്സ് ശരിയാണ്, അത് 4000 തികയ്ക്കണം എന്നുള്ളത് എല്ലാ പുതിയ യൂട്യൂബേഴ്സിൻ്റെയും വലിയ പ്രശ്നമാണ്. പക്ഷേ അത് നമ്മൾ സമാധാനമായിട്ടും പതുക്കെ ആ നല്ല രീതിയിൽ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ കണ്ടൻറ്റിന് നല്ല രീതിയിൽ വാച്ച് ചെയ്യാനായിട്ടുള്ള ആളുകൾ വന്നാൽ മാത്രമേ അതുകൊണ്ടുള്ള യൂട്യൂബ് ചാനൽ നടത്തുന്നതിൻ്റെ തന്നെ ഉള്ളൊരു ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടുകയുള്ളൂ. എന്ത് തരത്തിലത്തെ നിങ്ങളുടെ കണ്ടൻറ്റാണോ നല്ല രീതിയിൽ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ YT സ്റ്റുഡിയോയിൽ പോയിട്ട് ഏറ്റവും അധികം വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസ് ഏതാണെന്നുള്ളത് പരിശോധിച്ച് നോക്കുക. സമാനമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ തന്നെ അതേ രീതിയിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് യൂട്യൂബ് ഇംപ്രഷൻസൊക്കെ അയച്ച് നിങ്ങളുടെ റീച്ച് കൂട്ടാനുള്ള ഓർഗാനിക്കായിട്ടുള്ള വഴികളെക്കുറിച്ചിട്ട് ആലോചിക്കുക. അല്ലാതെ കുറുക്ക് വഴിയിൽ കൂടെ നമ്മൾക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ വിജയിക്കാനോ നേടാനോ ഒന്നും സാധിക്കില്ല.
അപ്പോൾ വേറെ കുറച്ച് പേര് ചോദിച്ചിരുന്ന സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ മോണിറ്റൈസ് ആയ ചാനലുകാർക്ക് ലൈവ് ചെയ്ത് വാച്ച് അവേഴ്സ് കൂട്ടണോ എന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഏത് സ്ഥിതിയിലും മോണിറ്റൈസ് ആയവർക്കായാലും ശരി ആ ഒരു ദിവസത്തിൽ നിന്ന് പിറകിലോട്ട് 365 ദിവസം നോക്കിയാൽ എല്ലായ്പ്പോഴും ഈ 4000 വാച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ വാച്ച് അവർ കുറയാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഏത് വഴിയിലായാലും ശരി, ലൈവിൽ കൂടെ ആയാലും ഇല്ല നല്ല കണ്ടൻറ്റ് ഇട്ടിട്ടായാലും ശരി, വാച്ച് അവറും കുറയാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സബ്ബും 1000 താഴെ പോകാൻ പാടില്ല. അതുപോലെ ഷോർട്സ് ഇടുന്നവർക്ക് അതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട്. അല്ലാതെ ഇപ്പോൾ ഈ ടെക്കിലെഡ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ തന്നെ പുതിയതായിട്ട് ഞാൻ തുടങ്ങിയ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. അതിന് യാതൊരുവിധ അല്ലാത്ത രീതിയിലൊന്നും വാച്ച് അവർ കയറ്റാനോ വ്യൂസ് കൂട്ടാനോ ഒന്നും ഉള്ള ഒരു നടത്താതെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പലരും തെറ്റിദ്ധരിച്ച് ചോദിക്കാറുണ്ട്, ഈ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല, മോണിറ്റൈസ് ആയിട്ടില്ല, എന്തുകൊണ്ടാണ് ചേച്ചി ഇത്രയൊക്കെ അറിയാവുന്ന ചേച്ചിയല്ല ഇതൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ ഓർഗാനിക്കായിട്ട് ക്ഷമയോടുകൂടി തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ ആയ ചാനലുകൾ വേറെ ഉണ്ടെങ്കിലും ഈ ഒരു ചാനൽ മാത്രം ഈ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത് ഓർഗാനിക്കുള്ള രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചാനലാണ് ഇത്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ധാരാളം പേര് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന പലരെയും ഇപ്പോൾ ഒരുപാട് പേരെ ഇപ്പോൾ കാണാറില്ല. അവരവരുടെ തിരക്കുകളുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴേക്കും മറക്കാതെ ചാനൽ വന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് പേരും നല്ല നല്ല കമൻസ് ഇടുന്നവരും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടുള്ളവർ ധാരാളം പേരുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ വേറെ പല ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കുമായിട്ട് സഞ്ചരിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ എവിടെ ആയാലും എനിക്ക് സമയം കിട്ടുമ്പോഴേക്കും ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ തുടർന്നും ഇതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് രാവിലെ ഞാൻ 9 മണിക്ക് കഴിയുന്നതും മുടക്കാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുവാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ.